തീർച്ചയായിട്ടും ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രസക്തമായിട്ട് നിലനിൽക്കുന്നത്. ആദ്യം ഈ വിമാനത്തിന്റെ ഇടത്ത് ഭാഗത്തെ എഞ്ചിനാണ് പ്രവർത്തനരഹിതമായി കണ്ടത്, അതായത് ഓഫ് ആകുന്നുവെന്ന് മെയിൻ പൈലറ്റിന് തോന്നിയത്. അപ്പോൾ തന്നെ അദ്ദേഹം ഈ സ്വിച്ച് നോക്കിയപ്പോൾ ഈ സ്വിച്ച് അതായത് ഓൺ പൊസിഷനിൽ നിന്നും ഓഫ് പൊസിഷനിൽ കിടക്കുകയായിരുന്നു. അങ്ങനെ ഈ സ്വിച്ച് ഓൺ ആക്കി അതൊരു 13 സെക്കൻഡുകളാണ് അത് ഓൺ ആയിട്ട് പൂർവ്വസ്ഥിതിയെ പ്രാപിക്കണമെങ്കിൽ അത്രത്തോളം വേഗത്തിൽ ഈ ടർബൈനുകൾ കറങ്ങേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ആ സ്വിച്ച് ഓൺ ആക്കി, അതിനുശേഷം രണ്ടാമത്തെ സ്വിച്ച് ഓൺ ആക്കി അതൊരു 13 സെക്കൻഡുകൾക്കുള്ളിൽ മാത്രമേ ആ വിമാനത്തിന്റെ ഒരു പൂർവ്വസ്ഥിതി, പ്രത്യേകിച്ച് 600 അടിക്ക് മുകളിൽ മാത്രമാണ് ഈ വിമാനം നിൽക്കുന്നത്. അപ്പോൾ ഈ വിമാനത്തിന് വീണ്ടും ഉയരണമെങ്കിൽ നമുക്കറിയാം അതിനു മുൻപ് തന്നെ, അതായത് ഈ വിമാനം ഉയർന്നു പൊങ്ങി 1.5 മിനിറ്റുകൾക്ക് മുൻപ് തന്നെ, അതായത് 30 സെക്കൻഡ് മാത്രമാണ് ഈ വിമാനം അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ വിമാനം റൺവേയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1.5 മിനിറ്റുകൾക്കുള്ളിലാണ് ഈ സംഭവങ്ങളെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സാങ്കേതിക പിഴവ് എന്തുകൊണ്ട് ഇവർക്ക് നേരത്തെ പരിഹരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. വിമാനം അതിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള സ്പീഡ് നിയന്ത്രിച്ച് ഈ റൺവേയിൽ നിന്നും ഉയരണമെങ്കിൽ 185 നോട്ടിക്കൽ മൈൽ സ്പീഡ്, അല്ലെങ്കിൽ അത്രയും കിലോമീറ്റർ സ്പീഡിലേക്ക് ഈ വിമാനം എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സ്പീഡ് കൈവരിച്ചതിന് ശേഷം മാത്രമാണ് ഏതൊരു വിമാനവും പൊങ്ങുന്നത്. അപ്പോൾ ഈ വിമാനം പൊങ്ങിയതിനു ശേഷം എന്താണ് കോക്പിറ്റിൽ സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ വളരെ സംശയം ഉളവാക്കുന്ന ഒരു വസ്തുതയായി ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിന് എന്തായാലും പുതിയ റിപ്പോർട്ട് വരേണ്ടതായിട്ടുണ്ട്. ഇതൊരു പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ്, അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അതൊരു സാങ്കേതിക പിഴവ് മാത്രമാണോ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവരുടെ അതായത് ഈ പൈലറ്റുമാരുടെ കയ്യിൽ നിന്ന് സംഭവിച്ച ഒരു പിഴവാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിമാനവുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും പിഴവാണോ, അട്ടിമറി ശ്രമമാണോ എന്നുള്ളൊക്കെ നിഗമനത്തിലേക്ക് എത്തണമെങ്കിൽ ഇതിന്റെ അർഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകൾ വരേണ്ടതായിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ എന്തായാലും ഉടൻ ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ ഈ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന്റെ ഡീകോഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ കോക്പിറ്റിലെ ചില വിവരങ്ങൾ മാത്രമാണ് നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ ഇന്ധന സ്വിച്ചുകൾ രണ്ടും പ്രവർത്തനരഹിതമായിരുന്നു. അത് ഓൺ ആക്കിയതിനു ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് വിമാനം എത്തുന്നതിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളും അതുപോലെ വിശദാംശങ്ങളും കൂടുതൽ പഠനങ്ങളും നടക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ച കാര്യം ഏറ്റവും പ്രധാനമാണ്. ഈ വിമാനം ഉയർന്നു പൊങ്ങിയും 32 സെക്കൻഡിൽ ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ അതിനു മുൻപ് ഇത്രയും പരിചയസമ്പന്നരായ 2 പൈലറ്റുമാർ ഇത്തരം കാര്യങ്ങളിൽ അവർ എന്തുകൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല, അവർ ഇതിനെപ്പറ്റി നോക്കിയില്ല എന്നുള്ളത് വളരെ സംശയം ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏവിയേഷനുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധരും മറ്റ് പൈലറ്റുമാരൊക്കെയും പറയുന്നത് ഇതെന്തായാലും ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. അങ്ങനെ ഒരു സാങ്കേതിക പിഴവ് വന്നെങ്കിൽ അതിന് മുൻപ് തന്നെ ഇവർ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഈ വിമാനം ഉയർന്നു പൊങ്ങിയതിനു ശേഷമല്ല ഈ കാര്യം ശ്രദ്ധിക്കുന്നത്. ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് വിമാനത്തിലേക്ക് ഈ ഇന്ധനം നൽകുന്ന കാര്യം. അപ്പോൾ ഈ വിമാനത്തിലേക്ക് ഇന്ധനം നൽകുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് ഒരു പിഴവ് സംഭവിച്ചു, അത് ഇത്രയും പരിചയസമ്പന്നരായ പൈലറ്റുമാർക്ക് ഇങ്ങനെ ഒരു പിഴവ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് അവിശ്വസനീയമായി ഇപ്പോഴും തുടരുകയാണ്. അതിൽ ഒരു കൃത്യമായ ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ ഈ AIB തന്നെ അതിന്റെ അടുത്ത റിപ്പോർട്ട്, 2ാം ഘട്ട റിപ്പോർട്ട് പുറത്തുവിടേണ്ടതായിട്ടുണ്ട്. ആ റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്കൊരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ജിൽസി, എന്തായാലും ഇപ്പോൾ AIB ആണ്, എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് ഇത് അന്വേഷിച്ച് പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ പ്രാഥമിക റിപ്പോർട്ടിലെ കണ്ടെത്തലുകളാണ് ഇപ്പോൾ ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫ് ആയിരുന്നു, അതായത് എഞ്ചിനിലേക്ക് ഇന്ധനം ഈ സമയത്ത് ടേക്ക് ഓഫ് സമയത്ത് പോയിരുന്നില്ല എന്നുള്ളതാണ്. റിസർവിലുള്ള ഇന്ധനം ഉപയോഗിച്ചാണ് ടേക്ക് ഓഫ് നടത്തിയത്. നടത്താൻ ശ്രമിച്ചപ്പോൾ അത് പൂർണ്ണമായി അതിന്റെ ഒരു ഫോഴ്സിലേക്ക് എത്താൻ കൂടുതൽ ഇന്ധനം ആവശ്യമായി വന്നു. അപ്പോൾ ഈ സ്വിച്ച് ഓഫ് ആയതാണ് അപകട കാരണം. ഉടൻ തന്നെ ആ സ്വിച്ച് ഓഫ് ആണ് എന്ന് ശ്രദ്ധയിൽപ്പെട്ട പൈലറ്റ് അത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിലും പൈലറ്റാണ് ആ സമയത്ത് വിമാനം നിയന്ത്രിച്ചിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആ സമയത്ത് അത് ഓൺ ചെയ്തെങ്കിൽ പോലും അത് 2.5 മിനിറ്റിലധികം സമയം വീണ്ടും ആ എഞ്ചിൻ പ്രവർത്തനക്ഷമമാകാൻ വേണ്ടിയിരുന്നു. രണ്ടാമത്തെ എഞ്ചിൻ, ആദ്യത്തെ എഞ്ചിൻ പ്രവർത്തനക്ഷമമാകാൻ തുടങ്ങിയിരുന്നെങ്കിലും രണ്ടാമത്തെ എഞ്ചിൻ കൂടി പ്രവർത്തനക്ഷമമാകുന്ന സമയത്തിനുള്ളിൽ ഈ ഒരു വലിയ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഇനി ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം അത് തന്നെയാണ്. ഇത്രയും പരിചയസമ്പന്നരായ പൈലറ്റുമാർ ഈ വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടും എന്തുകൊണ്ട് ഇത്തരം ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല? നേരത്തെ സജു പറഞ്ഞതുപോലെ തന്നെ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് 40ഓ 50ഓ അധികമുള്ള നിർദ്ദേശങ്ങൾ ATSൽ നിന്നൊക്കെ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നൊക്കെ ഇവർക്ക് ലഭിക്കാറുണ്ട്. അത്തരം സന്ദേശങ്ങളിൽ ഒന്നുപോലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ഓഫ് ആയിരുന്നു എന്നൊരു ഇൻഡിക്കേഷൻ പൈലറ്റിന്
പൈലറ്റിന് അതിന്റെ ഒരു സംവിധാനങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തിയില്ല, ഇൻഡിക്കേഷൻ പ്രവർത്തനരഹിതമായിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾ നിരവധിയാണ്. ഇത്രയും പരിചയസമ്പന്നരായ പൈലറ്റിന് ഇത്രയും ബേസിക് ആയ ഒരു അബദ്ധം സംഭവിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിൽ തന്നെ വലിയ ദുരൂഹതയുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് യഥാർത്ഥത്തിൽ കണ്ടെത്താൻ ഇനിയും അന്വേഷണങ്ങളുമായി തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. അന്വേഷണം പൂർത്തിയാക്കാൻ സമയമെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനിടെ ഇതിന്റെ ബ്ലാക്ക് ബോക്സുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ സംഭാഷണങ്ങൾ ഡീകോഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ കൂടി തകൃതിയായി നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പൂർണ്ണമായി ലഭിച്ചാൽ മാത്രമേ എന്താണ് യഥാർത്ഥ അപകട കാരണം എന്നത് വ്യക്തമാകാൻ കഴിയൂ എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സജു, എന്തായാലും ആ അപകട കാരണത്തിലേക്കുള്ള അന്വേഷണത്തിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വളരെ നിർണായകമാവുക? പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് ബോക്സ് ഡീകോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്ന് പറയുന്നു. ഈ പൈലറ്റുമാരുടെ നിലവിൽ ലഭിച്ച സംഭാഷണത്തിനപ്പുറത്തേക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഡീകോഡ് ചെയ്തിട്ട് ഏതെങ്കിലും രീതിയിൽ കാര്യങ്ങൾ കൂടുതൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷയുണ്ടോ? മറ്റേതൊക്കെ രീതിയിലുള്ള അന്വേഷണങ്ങളായിരിക്കും ഇനി നടക്കുക? പ്രത്യേകിച്ച് ബോയിങ്ങിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യക്ഷമതയെ കൂടി ബാധിക്കുന്ന അതിന്മേലൊരു വലിയ ചോദ്യം ഉയർത്തുന്നതായതുകൊണ്ട് തന്നെ അതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ട ആവശ്യം കൂടിയുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണം കൂടി ഉണ്ടാകുമോ വരും ദിവസങ്ങളിൽ?